11ാമത്തെ പോയിന്റ്, അവോയ്ഡ് ഗിവിങ് അഡ്വൈസസ്. അതായത് ഉപദേശിക്കൽ, ദയവ് ചെയ്ത് ഉപദേശിക്കരുത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഭയങ്കര വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും അവരോട് എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങൾ അവരോട് സംസാരിക്കണം, എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാതെ നമ്മൾ പലപ്പോഴും സ്റ്റക്കായിട്ട് പോകാറുണ്ട് അല്ലേ. അത്തരം സാഹചര്യങ്ങൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ആ വ്യക്തിനെ കൂടുതൽ ഹേർട്ട് ചെയ്യാനും അവർ കൂടുതൽ വിഷമത്തിലേക്ക് പോകാനും ഒരു പക്ഷേ നമ്മളും അവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ പോലും സാധ്യതയുള്ള ഈ ഒരു സാഹചര്യങ്ങളിൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതെ പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന 13 കിടിലൻ പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഒന്നാമത്തെ പോയിന്റ്, ലിസൺ ആക്റ്റീവ്ലി എന്നാണ് പറയുന്നത്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് മുഴുവൻ ശ്രദ്ധിച്ചിരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതായത് അവർക്ക് ഫീൽ ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന്. അതിന് ചെയ്യാൻ പറ്റിയ സംഭവമാണ് മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. നമ്മൾ പലപ്പോഴും നമ്മളിൽ സാധാരണ ആളുകൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അയാളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ പലപ്പോഴും മുകളിലോട്ട് നോക്കുന്നുണ്ടോ, താഴെ നോക്കുന്നുണ്ടോ, നമ്മുടെ വാച്ചിൽ നോക്കുന്നുണ്ടോ, മൊബൈലിൽ നോക്കുന്നുണ്ടോ, പക്ഷേ സംസാരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നമ്മൾ പലപ്പോഴും നോക്കുന്നുണ്ടാവില്ല. കണ്ണുകളിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റിയുടെ ഭാഗത്ത് നോക്കിയാലും മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ മറ്റേ വ്യക്തിക്ക് തോന്നുക നമ്മുടെ മുഖത്ത് കണ്ണിൽ നോക്കി തന്നെയാണ് സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവലും ഉണ്ടാവുന്ന ഒരു കണക്ഷനും ഭയങ്കര ഡീപ്പായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞത് മേക്ക് എ ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞത്. രണ്ടാമതാണ് നോഡ് ആൻഡ് യൂസ് വെർബൽ അക്നോളജ്മെന്റ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് തലാട്ടും ഇല്ലേ, നമ്മൾ അവർ പറയുന്നത് അംഗീകരിക്കുന്നു, ഓക്കെ ശരിയാണ്, ഓക്കെ നീ കണ്ടിന്യൂ ചെയ്തോളൂ. ഓഡിയോ വിഷ്വൽ മീഡിയ ആണ്, അപ്പൊ അതിന് ടെക്നോളജി കൂടി, കാരണം നമ്മൾ സ്ക്രീൻ റീഡിങ് നമ്മുടെ വ്യൂവിംഗ് പ്രോസസ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു കൺഫർമേഷൻ ആണ് നമ്മൾ തലയാട്ടുക എന്ന് പറയുന്നത്. ഇന്ത്യക്കാർക്ക് പൊതുവെ, ഇന്ത്യക്കാരെ ലോകത്തിലുള്ള മറ്റു രാജ്യക്കാർ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു തലയാട്ടൽ. ഓക്കെ സാർ, ഹലോ സാർ, വെൽക്കം സാർ. അതായത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് തലയാട്ടുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം മറ്റൊരു വ്യക്തി നിങ്ങളോട് വിഷമം പറയുന്ന സാഹചര്യത്തിൽ അത് അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുന്നു എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാവുന്ന 1-2 വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി, ഓക്കെ മനസ്സിലായിടാം, ഐ അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി റിയലി ഡിഫിക്കൽട്ട്, അത് ഭയങ്കര ടഫായിരുന്നിട്ടുണ്ടാവും, ദാറ്റ്സ് ട്രൂ. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അവർ പറയുന്നതിന് മറുപടിയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അല്ലാതെ നമ്മൾ വേറൊരു വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് പലപ്പോഴും നിർബന്ധമില്ല. രണ്ടാമത്തെ പോയിന്റാണ് ബി പ്രസന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ചില ആളുകൾക്ക് നമ്മൾ അവരോട് ഫോണിൽ വിളിച്ച് കുറേ നേരം ആശ്വസിപ്പിക്കുന്നതിനേക്കാളും വളരെയധികം, അല്ലെങ്കിൽ ഒരു 10 ഇരട്ടി ആശ്വാസം കൊണ്ട് നമ്മൾ നേരിട്ട് ചെന്നിട്ടൊന്ന് അവരെന്നെ കൈയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് കുഴപ്പമില്ലടാ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോടൊന്നും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് കിട്ടിയാൽ തന്നെ പല ആളുകൾക്കും അവരുടെ വിഷമഘട്ടത്തിൽ ഒരുപാട് ആശ്വാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഈ ബി പ്രസന്റിൽ വരുന്ന അടുത്തൊരു സംഭവമാണ് കേട്ടോ, ഫോക്കസ് ഓൺ ദം. ഉദാഹരണം പറയാൻ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ചെന്നു, നമ്മൾ അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നമ്മൾ മൊബൈൽ എടുത്തിട്ട് എന്താണാവോ ഞാനൊരു കാര്യം മറന്നൂലോ എന്ന് പറഞ്ഞിട്ട് എടാ നീ പറഞ്ഞു കേട്ടോ, ഞാനൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരാൾക്ക് മെസ്സേജ് അയക്കുന്നു. ഓക്കെ നീ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നു. പിന്നെ ഒരു കോൾ, ഒരു സെക്കൻഡ് ഇട്ടാ, നീ അവൻ വിഷമത്തിൻ്റെ മൂർധന്യാവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എടാ നീ ഒരു മിനിറ്റ് ഹോൾഡ് കിടന്നു, ഒരു അർജൻറ്റ് കോൾ എടുക്കട്ടെ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കുന്നു. അതല്ല അതിൻ്റെ ഒരു മര്യാദ അല്ലേ. നമ്മൾ ബി പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ഒരു 5-10 മിനിറ്റോ സമയം ചെലവഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഫീൽ ചെയ്യണം നമ്മൾ അവർക്ക് വേണ്ടി വന്നതാണ്, ഒരു കടമപ്പണിക്ക് വന്നതല്ല എന്ന് മനസ്സിലായി. അതായത് ഒരു ആളെ കാണിക്കാനായിട്ട് ഞാൻ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെല്ലരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെന്ന പോലെ തോന്നരുത് എന്ന് പറയില്ലേ. മൂന്നാമത്തെ പോയിന്റാണ് വാലിഡേറ്റ് ദെയർ ഫീലിങ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ, അക്നോളജ് ദെയർ ഇമോഷൻസ്. അവരുടെ ഇമോഷൻസിനെ, അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ദേഷ്യം കാണിക്കും, വിഷമം കാണിക്കും, അവർ പല ഇമോഷനുകളും കാണിക്കുന്നുണ്ടോ, അതെല്ലാം നമ്മൾ അക്നോളജ് ചെയ്യണം. മനസ്സിലായ? ഉദാഹരണം പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ടു ഫീൽ ദാറ്റ് വേ, അങ്ങനെ പറയാം. ഇത് സ്വാഭാവികമാണ്, ഇങ്ങനെ തോന്നാം. യുവർ ഫീലിങ്സ് ആർ വാലിഡ്. നിൻ്റെ ഇമോഷനുകൾ സത്യമാണ്, അല്ലെങ്കിൽ നിൻ്റെ ഇമോഷനുകൾ ഇങ്ങനെ വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. വാലിഡേറ്റ് ഫീലിംഗിൽ വരുന്ന അടുത്തൊരു പോയിന്റാണ് കേട്ടോ അവോയ്ഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അവോയ്ഡ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെന്നിട്ട്
അയാളുടെ വിഷമങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയണം എന്നാലും എനിക്കിങ്ങനെ സംഭവിച്ചില്ല അങ്ങനെ ഇല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവരോട് പറയരുത് നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. തെക്കോടെ തെണ്ടി നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്നത് നാളെ പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോൾ താനാളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ വരണം. അതിപ്പോൾ എന്തിനാണ് ഈ ഒരു ചെറിയ കേസിനാണോ നീ ഇത്രയധികം വിഷമിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ശ്രമിക്കുന്നുണ്ടാവുക, അവർക്ക് കോൺഫിഡൻസ് ആയിക്കോട്ടെ, അവരുടെ വിഷമം മാറിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ടാവും നമ്മൾ പറയുന്നുണ്ടാവുക. പക്ഷേ ആ ഒരു സംഭവം അവർക്ക് കൊടുക്കുന്ന ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമോഷനെ ഇവൻ അക്നോളജ് ചെയ്യുന്നില്ല, ഇവൻ വാലിഡേറ്റ് ചെയ്യുന്നില്ല, പോരാത്തതിന് അവൻ അവൻ്റെ ഓൺ ഇമോഷനെ എൻ്റെ തലയിൽ കെട്ടിയേൽപ്പിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ അവൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഫീൽ വരികയും ഇവിടെ കണക്ഷൻ ബ്രേക്ക് ആവാനും നമ്മളും അവരും തമ്മിലുള്ളൊരു പേഴ്സണൽ റിലേഷനിലൊരു ക്രാക്ക് വരാനും സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത പോയിന്റാണ് ഓഫർ സപ്പോർട്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് ഹൗ യു ക്യാൻ ഹെൽപ്പ്. അവരോട് എങ്ങനെയാണ് അവർക്ക് സഹായം വേണ്ടതെന്ന് ചോദിക്കണം. കാരണം നമുക്ക് എക്സാക്ട്ലി ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല, എന്താണ് ഇവൻ്റെ പ്രശ്നം ഇതാണെന്ന് മനസ്സിലായെങ്കിലും ഇതിൽ നിന്നൊരു സൊല്യൂഷനായിട്ട് ഇതിൽ നിന്ന് റിക്കവർ ആവാൻ അവൻ എന്താണ് വേണ്ടത്. ചില ആളുകൾ പറയും അറിയില്ലടാ എന്താ വേണ്ട, ഇവിടെ ഒരു ബിരിയാണി കഴിച്ചാലോ, ഓടി ചിലപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ ചില ആളുകൾക്ക് പെട്ടെന്നൊരു ആശ്വാസം കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം എന്താ വേണ്ടത്. കാരണം അവൻ ബിരിയാണി കഴിക്കാനുള്ള ഒരു മൂഡിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അവനോട് ഡയറക്റ്റായിട്ട് ചിലപ്പോൾ അത് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കണം എന്താ ചെയ്യേണ്ടത്, നീ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭക്ഷണം പറയാം നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ, അപ്പോൾ കൊണ്ടുപോയിട്ട് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് അസ്യൂമിങ്, അതായത് നമ്മൾ ഊഹിക്കുന്നതിന് പകരം ആസ്ക് ദം ഡയറക്ട്ലി. ചോദിച്ചാൽ അവന് വിഷമമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചോദിച്ചോളൂ നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്, വാട്ട് ക്യാൻ ഐ ഡു ടു സപ്പോർട്ട് യു, നിന്നെ സഹായിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. സപ്പോർട്ടിൽ വരുന്നൊരു മെയിൻ പോയിന്റ് ആണ് കേട്ടോ സ്പെസിഫിക് ഓഫേഴ്സ്. സ്പെസിഫിക് ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും എന്താ ചെയ്യുന്നുണ്ടാവുക, എടാ നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറയട്ടാ, ഇങ്ങനെ പറയും. മിക്ക ആളുകളും പറയും ലെറ്റ് മീ നോ ഇഫ് യു നീഡ് സംതിങ്, അല്ലേ ലെറ്റ് മീ നോ ഇഫ് യു വാണ്ട് സംതിങ്, എന്തെങ്കിലും അവർ പറയും ലെറ്റ് മീ നോ, എന്നോട് പറഞ്ഞോളോട്ടാ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ. അതൊരു നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഓഫർ കൊടുക്കില്ല. നേരെ മറിച്ച് ആ ഓഫറിന് പകരം നമ്മൾ അവരോട് ചോദിക്കാനാണ്, എടാ ഞാൻ ഇന്ന് രാത്രി നമ്മുടെ ഷെഫ് പിള്ളയുടെ ഹോട്ടലിൽ നിന്ന് മറ്റേ ഫിഷ് നിർവാണിയും കുറച്ച് അപ്പവും സ്റ്റൂവും ഒരു ചിക്കൻ ബിരിയാണിയും മേടിച്ചുകൊണ്ട് വരട്ടെ, എന്താ നിൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ അവൻ പറയും വേണ്ടടാ ഞാൻ ആകെ ഒരു വിഷമത്തിലിരിക്കല്ലേ, നീ മറ്റേ സാഗറിൽ നിന്ന് ചിക്കൻ ഫ്രൈ ബിരിയാണി മേടിച്ചാൽ മതി, മറ്റോട്ടെ ഫിഷ് നിർവാണി അപ്പൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം. അങ്ങനെ ചിലപ്പോൾ മറുപടി പറയും. അതായത് യു ഹാവ് ടു ആസ്ക് എ സ്പെസിഫിക് ക്വസ്റ്റ്യൻ. അതായത് നിനക്ക് എന്തെങ്കിലും ആണെങ്കിൽ എന്നോട് പറയട്ടെ എന്ന് പറഞ്ഞ ഒരു വെയ്ഗായിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നതിന് പകരം നിനക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സാധനം മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന് കോർണർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്നൊരു ഫീലിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ നീ അവന് ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ തയ്യാറാണ്, വെറുതെ ഒരു ഊഹം ചോദിക്കുകയല്ല. അപ്പോൾ നീ റെഡിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് അടുത്ത ഓപ്ഷൻ പറയാം, എനിക്ക് അത് വേണ്ട ഇന്ന സാധനം മതി എന്നൊരു ഓപ്ഷൻ വേണമെങ്കിൽ അവന് നമ്മളോട് പറയാനായിട്ട് സാധിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ടൈം ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ചോദിക്കണം കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ആണ് കേട്ടോ ഷെയർ ബട്ട് ഡോണ്ട് ഷിഫ്റ്റ് ദ ഫോക്കസ്. ഷെയർ ബട്ട് ഡോണ്ട് ഷിഫ്റ്റ് ദ ഫോക്കസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിഷമത്തിലിരിക്കുമ്പോൾ നമ്മൾ അവരോട് ചെല്ലുന്നു, അവരോട് പറയുന്നു ഇവിടെ ആളിയ എനിക്കും എൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മുൻപ് സംഭവിച്ച ഒരു സംഭവം, നമ്മൾ കടന്നുപോയ വിഷമ കാലഘട്ടവും സംഭവങ്ങളൊക്കെ നമ്മൾ ഇവനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് ഓക്കെയാണ്. ഒരു പരിധി വരെ നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പക്ഷേ തോന്നാം ഇവർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ എന്നുകൊണ്ട് തോന്നാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റ്, ആ സ്റ്റോറിയുടെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോറിയുടെ അവസാനത്തിൽ ഫോക്കസ് പോയിന്റ് നമ്മളിൽ നിന്ന് മാറി അവൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിലേക്ക് ആക്കണം. നമ്മൾ ഫോക്കസ് പോയിന്റ് നമ്മുടെ പഴയ പ്രശ്നത്തിൽ നിർത്തി കഴിഞ്ഞാൽ കേൾക്കുന്ന അവന് തോന്നും ഷേടാ ഇവൻ എന്നെക്കാളും വിഷമത്തിലാണ്, ഞാനിപ്പോൾ ഇവനെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയായില്ലോ, നമ്മൾ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നൊരുത്തൻ എന്നെക്കാളും ദുഃഖത്തിലുള്ളവനാണല്ലോ എന്നൊക്കെ തോന്നി ഫോക്കസ് പോയിന്റ് ഷിഫ്റ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കീപ്പ് ഇറ്റ് ബ്രീഫ്. കീപ്പ് ഇറ്റ് ബ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമത്തിരിക്കുന്ന ആളോട് പോയിട്ട് ഒരു നീണ്ട കഥയൊന്നും പറയരുത്, ഒരു കുഞ്ഞിതാക്കിയിട്ട് പറയാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നുണ്ടെങ്കിലും അന്ന് ഇങ്ങനെ അവിടെ പോയിരുന്നടാ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതും ഒരു ഭയങ്കര ടഫായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു, ഇതിവിടെ ഇങ്ങനെ കടന്നു പോയി എന്ന് പറഞ്ഞിട്ട് വളരെ ചുരുക്കി പറയുക. അല്ലാതെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥ പറയുന്നത് പോലെ നീട്ടിപ്പിടിച്ച് പറയരുത്. കാരണം ഓൾറെഡി ഒരുത്തൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ആറാമത്തെ പോയിന്റ് ആണ് കേട്ടോ യൂസ് എംപതറ്റിക് ലാംഗ്വേജ്. എന്താണ് ഈ എംപതറ്റിക് ലാംഗ്വേജ്? നമ്മൾ പറയില്ലേ കൈവിട്ട ആയുധവും വാവിട്ട വാക്ക് എന്ന് പറഞ്ഞ പോലെ എംപതി തോന്നുന്ന വാക്കുകളായിരിക്കണം. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ പല ആളുകൾക്കും എംപതിയും സിമ്പതിയും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ നമ്മൾ പറയണം അയ്യോ ഇങ്ങനെ അപകടം പറ്റിയില്ലേ, എന്താല്ലേ കഷ്ടാട്ടോ, ഭയങ്കര സങ്കടമായി പോയിട്ടാന്ന് പറയുന്നതാണ് സിമ്പതി എന്ന് പറയുന്നത്. നേരെ മറിച്ച് എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുകയാണ്
ഷടാ അവിടെ എനിക്കാണ് സംഭവിച്ചത്, ഞാനാണ് ആ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്നത്, അപ്പോൾ എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എനിക്ക് എന്തൊക്കെ പ്രയോറിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ആവശ്യങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതേ കാര്യങ്ങളൊക്കെ നമ്മൾ ആ അപകടത്തിൽ പെട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കും. അതിനെയാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എംപതിയിൽ വരുന്നൊരു സംഭവമാണ് യൂസ് എംപത്തറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഐ എം റിയലി സോറി യു ആർ ഗോയിങ് ത്രൂ ദിസ്, അല്ലെങ്കിൽ ഐ ഫീൽ ഫോർ യു, ഇത്തരമൊരു സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുന്നതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ടടാ. ശരിയാണ്, ഇതിങ്ങനെ ഒരു ഡ്രമാറ്റിക്കലി പറയണമെന്നില്ല, നിങ്ങൾക്ക് അവരോടുള്ള ഒരു റിലേഷൻ്റെ ഒരു ആഴനുസരിച്ച് നിങ്ങൾക്ക് എത്ര ക്ലോസ് ആയിട്ട് വേണമെങ്കിലും ഇത് പറയാൻ സാധിക്കും. അവോയ്ഡ് ക്ലീഷേസ്, അതായത് സ്ഥിരം അടിക്കുന്ന കുറേ ക്ലീഷേ ഡയലോഗുകളുണ്ട്. സംഭവിച്ചെല്ലാം നല്ലതിനടാ, ഇതിനും വലുതെന്തോ വരാനിരുന്നതാണ്, എല്ലാത്തിനും പിന്നിൽ ഒരു സംഭവമുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്ലീഷേ ഡയലോഗുകൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം പലപ്പോഴും അവർക്ക് വിഷമം കൂടാനാണ് സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ക്ലീഷേ ഡയലോഗുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. 7ാമത്തെ പോയിന്റ് ആണ് കേട്ടോ, റെസ്പെക്ട് ദെയർ സ്പേസ് ആൻഡ് പേസ്. എന്താണ് സ്പേസ് ആൻഡ് പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ അവരെ ആശ്വസിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ പറയണം ഷാടാ ഞാൻ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് നീ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് പറയണോ? അവൻ്റെ സ്പേസ് ആണ്, ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ് അവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കണം. എന്താണ് പേസ്? സ്പേസ് ആൻഡ് പേസ് എന്ന് പറഞ്ഞാൽ, പേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയും, ചിലപ്പോൾ ചില ആളുകൾ പിറ്റേ ദിവസത്തേക്ക് തന്നെ ഉഷാറാവും, ചില ആളുകൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഉഷാറാവും, ചില ആളുകൾ 2 വീക്സ് 2 മന്ത്സൊക്കെ ഉഷാറാവും. അപ്പോൾ അവൻ്റെ ഒരു പേസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ ഒരു പേസിനനുസരിച്ചുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരെ റിക്കവർ ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇടിച്ചു കയറി അവരെ റെഡിയാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. 8ാമത്തെ പോയിന്റ് ആണ് കേട്ടോ, ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ കണ്ടു, ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച് തിരിച്ചു പോകുന്നു. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ആശ്വസിപ്പിക്കൽ ഇവിടെ തീർന്നു. അവനൊരു വിഷമം ഉണ്ടായപ്പോൾ ഞാൻ പോയല്ലോ, അവനടുത്ത് കണ്ടു സംസാരിച്ചു കഴിഞ്ഞു, അല്ലേ ഇനിയിപ്പോൾ റിക്കവർ ആയിക്കോളും, അങ്ങനെ പറഞ്ഞ് പോരാണ് നമ്മൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. നേരെ മറിച്ച് അതിന് പകരം നമ്മളൊരു ഫോളോ അപ്പ് ഇടാണ്. നമ്മളൊരു ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ, എടാ അളിയാ എങ്ങനെയുണ്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, അങ്ങനെ ഒന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ഫീലുണ്ട്, അവർക്ക് ഉണ്ടാവുന്ന ഒരു ആശ്വാസം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കംഫർട്ട് സോൺ ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പാക്ട്ഫുള്ളാണ് കേട്ടോ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അടുത്താണ് റിമെമ്പർ ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. സാധിക്കുകയാണെങ്കിൽ, ഇത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദിവസമൊക്കെ ഓർത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അതിൻ്റെ ഇതുപോലെയൊക്കെ നിർബന്ധമില്ല, പക്ഷേ ഓപ്ഷനായിട്ട് പറഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ. 9ാമത്തെ പോയിന്റ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടൻറ്റുമാണ്, നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളുമാണ്. നിങ്ങൾക്ക് ഒരാൾ പെട്ടെന്ന് വിഷമത്തിലിരിക്കുമ്പോൾ കാര്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല, മറ്റാളുകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുകൾ ചെയ്യാം. നിങ്ങൾ ചെല്ലുന്നു, അവനെ ഒരു 2 മിനിറ്റ് കെട്ടിപ്പിടിക്കുന്നു, അവൻ്റെ കൈ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ തോളത്തിട്ട് പിടിക്കുന്നു, അവനോട് അല്ലെങ്കിൽ അവന് ഫിസിക്കലി ഫീൽ ചെയ്യാണ്, ഓക്കെടാ ഞാനൊരു കഷ്ട സമയത്ത് നിൽക്കുകയാണ്, ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്, എന്നെ സഹായിക്കാൻ എൻ്റെ കൂട്ടുകാരനുണ്ട്, ഇവനുണ്ട്, എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഇങ്ങനെ പല സിമ്പിളുകളൊക്കെ പലപ്പോഴും കാണിക്കുന്നത് പലരും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്, നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 10ാമത്തെ പോയിന്റാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. എന്താണ് പേഷ്യൻസ്? പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ഷമ. നമ്മളവിടെ ചെന്നിട്ട് ലെറ്റ് ദം ടോക്ക്. ചിലപ്പോൾ അവർ പറഞ്ഞ കാര്യം തന്നെ 10 തവണ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം അവൻ്റെ ഉള്ളിൽ അത്രയധികം ടൈം അത് ഫീൽ ആയതുകൊണ്ട്, അവൻ അത്രയും ഹേർട്ട് ആയതുകൊണ്ടാണ് അവൻ നിന്നോട് പറഞ്ഞ കാര്യം തന്നെ 10 തവണ പറയുന്നത്. 10ാമത്തെ തവണ കേൾക്കുമ്പോൾ നമ്മുടെ കുരുപൊട്ട് നമ്മൾ പറയും, കുറേ നേരം അയാളോട് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, ഇത് നീ ഒന്ന് പറഞ്ഞ് തീർത്തതിനല്ലേ നേരത്തെയും പറഞ്ഞേ, അങ്ങനെ ചോദിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇമോഷൻ ഹേർട്ടായിരിക്കുകയാണ് എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞോട്ടെ, അവന് പറഞ്ഞിട്ടൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ലെറ്റ് ഹിം സ്പീക്ക്, അല്ലേ, ലെറ്റ് ഹിം ടോക്ക്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. 11ാമത്തെ പോയിന്റ്, നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും ചേരുന്ന ഏറ്റവും വലിയ അഡ്വൈസാണ് അവോയ്ഡ് ഗിവിങ് അഡ്വൈസസ്. അതായത് ദയവ് ചെയ്ത് ഉപദേശിക്കരുത്. മറ്റൊരു പടത്തിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഉപദേശമാണെങ്കിൽ വേണ്ട എന്ന് പറയില്ല, അങ്ങനെ പറയില്ല. അതേ സാധനം നിങ്ങളോട് നിങ്ങളുടെ വിഷമത്തിലിരിക്കുന്ന സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ കൂട്ടുകാരോ ബന്ധു ആരും ആയിക്കോട്ടെ, അവരൊരു വിഷമത്തിലിരിക്കുകയാണ്, അവരുടെ ഇപ്പോൾ ഒരു ജോലി പോയി, അവൻ്റെ ഒരു ബിസിനസ് പൊളിഞ്ഞു, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, എന്തെങ്കിലും സംഭവിച്ചു, ഒരു ആക്സിഡൻറ്റ് പറ്റി, എന്തോ ആയിക്കോട്ടെ, അവൻ്റെ കയ്യിലിരിപ്പോണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കുഴപ്പം കൊണ്ടോ ആയിക്കോട്ടെ, അവനൊരു പ്രശ്നം സംഭവിച്ചു, അവൻ വിഷമത്തിലിരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞാലടാ ഈ സാധനം ചെയ്യേണ്ട, മറ്റോണം ചെയ്താൽ മതി എന്ന്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ നിനക്കത് കേൾക്കാൻ സൗകര്യം ഉണ്ടായില്ല, ഇപ്പം എന്തായി, ഇപ്പോൾ നന്നായില്ല, അനുഭവിച്ചോ എന്നുള്ളൊരു ടോണിൽ നമ്മൾ ഉപദേശിക്കാൻ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഉപദേശിക്കാൻ ചെല്ലരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അയാൾ വിഷമത്തിലിരിക്കുകയാണ്, നിങ്ങൾ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉപദേശം എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ വഴിയോട് പോകുന്ന മിക്ക ആളുകൾക്കും ഉപദേശം കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ദയവ് ചെയ്തൊരു അപേക്ഷയാണ്, ഉപദേശം ചെയ്യാൻ ശ്രമിക്കരുത്. പക്ഷേ ഇനി നിങ്ങൾക്ക് ഉപദേശിച്ചേ അടങ്ങൂ എന്നാണ് വിചാരിക്കുക. ചില ആളുകളുണ്ടല്ലോ, ഞാൻ 2 ഉപദേശം പറഞ്ഞിട്ടേ പോകുന്നുണ്ടെങ്കിൽ അവനോട് ചോദിക്കുക, എടാ നിനക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണോ,
നിനക്ക് ചില ആളുകൾക്ക് മൈൻഡ് അത്ര ഒരു ക്ലിയർ അല്ലാത്ത സാഹചര്യത്തിൽ ആരെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു ഐഡിയ പോലെ ചെയ്യായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് ചോദിക്കുക, എടാ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിനക്ക് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണോ? അവൻ പറഞ്ഞില്ലടാ കുഴപ്പമില്ല, ഞാൻ ഫൈനാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അവൻ പറയണേ, എടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിലെന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ, അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ആ കാര്യത്തിൽ ഉപദേശം പറയാം. മറ്റേ ഉപദേശം ഉണ്ടല്ലോ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട് ചെയ്യേണ്ടതെന്ന്, നിനക്ക് ഒരു കഴിവില്ല ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലേ, നിനക്ക് അറിയാത്ത പണിയാണെന്ന് പറഞ്ഞല്ലേ, ഇപ്പം ചെയ്തിട്ട് എന്തായി, ആ ഒരു ഉപദേശം ദയവ് ചെയ്ത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു ഉപദേശം കേട്ടിട്ടുള്ള ആളുകളാവും നിങ്ങൾ ഭൂരിഭാഗം ആളുകളല്ലേ, കമൻറ്റിൽ മെൻഷൻ ചെയ്യട്ടെ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ. അണ്ടർസ്റ്റാൻഡ് കൾച്ചറൽ ഡിഫറൻസ്, ഇത് നമ്മുടെ നാട്ടിൽ അത്ര ഒരു കോമൺ അല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ വേറൊരു സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ, വേറൊരു ജില്ലയിൽ നിന്നുള്ള ആളുകൾ, വേറൊരു രാജ്യത്തു നിന്നുള്ള ആളുകൾ, വേറൊരു കാസ്റ്റിൽ നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇവരുടെയൊക്കെ കൾച്ചറൽ ഡിഫറൻസ് പലപ്പോഴും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും അവർ പറയുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും അവരെ വിഷമം മനസ്സിലാക്കുമ്പോഴും അവരുടെ ഒരു കൾച്ചർ കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് എന്താ വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും കേട്ടോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്രാഹ്മണനാവും നമ്മുടെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഒരു വെജിറ്റേറിയനാവും നിങ്ങളുടെ കൂട്ടുകാരൻ. നമ്മൾ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു സംഭവം, പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണി മേടിച്ച് കഴിക്കുന്നു എന്നാണെങ്കിൽ നമ്മൾ അവനോട് പോയിട്ട് ചോദിക്കരുത്, എടാ അളിയ വന്ന് നമുക്ക് മറ്റേ സഫയറിൽ പോയിട്ടൊരു ചിക്കൻ ബിരിയാണി കഴിച്ചാലോ എന്ന് ചോദിക്കരുത്. തൃശ്ശൂരിലെ സഫയർ ഹോട്ടലാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സഫയർ ഹോട്ടലിൽ ബിരിയാണി ഇഷ്ടമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവനോട് ചോദിക്കരുത്. കാരണം അവൻ്റെ കൾച്ചർ അനുസരിച്ചിട്ട് അവനൊരു വെജിറ്റേറിയനാണ്, അവനത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവൻ കഴിക്കാറില്ല. അപ്പോൾ അത്തരത്തിലൊരു ഓപ്ഷൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അരോചകമായിരിക്കും. അതുകൊണ്ടാണ് കൾച്ചറൽ ഡിഫറൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ. അല്ലേ പറഞ്ഞില്ല, രണ്ടെണ്ണം അടിച്ചാലോ, അവൻ വെള്ളം അടിക്കാത്തവനാണെങ്കിൽ അവനടിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. 13ാമത്തെ പോയിന്റാണ് കേട്ടോ, എൻകറേജ് പ്രൊഫഷണൽ സപ്പോർട്ട്, പ്രൊഫഷണൽ ഹെൽപ്പ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടല്ല, നമ്മുടെ കൊളീഗൊക്കെ ആണെങ്കിൽ സജസ്റ്റ് ജെന്റ്ലി if their situation seems beyond what friends and family can support, gently encourage seeking professional help. Encourage professional help. Professional help എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂടാത്തൊരു ഹെൽപ്പാണ് അവർക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊരു പ്രൊഫഷണലി, ഉദാഹരണം ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ഒക്കെ ഉള്ള ഒരു ഫൈനാൻഷ്യൽ കൺട്രോളറുടെ ഹെൽപ്പ് ആവശ്യമുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ പ്രൊഫഷണലി ഒരു ഹെൽപ്പ് വേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരോട് നമുക്കറിയാത്ത കാര്യം അറിയാത്ത പോലെ പറഞ്ഞു കൊടുത്ത് അവനെ കൺഫ്യൂഷൻ ആക്കുന്നതിനേക്കാളും നല്ലത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ കേട്ടോ. അപ്പോൾ 13 കിടിലൻ പോയിന്റുകളാണ് എംപതി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ പുറത്ത് നമ്മളിന്ന് പറഞ്ഞതില്ലോ. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷനുകളാണിത്. നമുക്ക് പലപ്പോഴും വിഷമങ്ങളുണ്ടാവും, നമ്മുടെ കൂട്ടുകാർക്ക്, വേണ്ടപ്പെട്ടവർക്ക്, പരിചയക്കാർക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ ഇവരോട് സംസാരിക്കാം, എങ്ങനെ ഇവരെ ആശ്വസിപ്പിക്കാം, എങ്ങനെ ഇവർക്കൊരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ള 13 പോയിന്റുകളാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെയും കണ്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ കിട്ടിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പോവുക, കുറച്ച് പേരെ എടുത്ത് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെസ്സും വിഷമവും കാര്യങ്ങളൊക്കെ റിലീസ് ആവട്ടെ. ഏതെങ്കിലും ആളുകൾ അത് വായിച്ചിട്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ റിപ്ലൈ എടുത്ത് തരാനിവിടെ വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള ടോപ്പിക്കിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.